ഞാൻ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. എനിക്ക് 627 മാർക്കാണ്. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 9272 മാർക്കാണ്. എൻ്റെ ഏറ്റവും ധൈര്യവും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും സപ്പോർട്ടും എന്നൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ദൈവത്തിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ തുടക്കം തൊട്ട് എൻ്റെ എക്സാം കഴിയുന്നത് വരെ എൻ്റെ ഒപ്പം നിന്നിരുന്ന എൻ്റെ ഫിനിക്സിലുള്ള എല്ലാ സ്റ്റാഫും, പിന്നെ എസ്പെഷ്യലി സ്മിത ടീച്ചറെ പറ്റി പറയാതെക്കാൻ പറ്റില്ല. കാരണം ടീച്ചർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും വളരെ വിലമതിക്കുന്ന ഒന്നാണ്. ആദ്യം തന്നെ ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവരെന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു എക്സാമിന് വേണ്ടിങ്ങാണ്ട് സഹായിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ +1 +2 ഒക്കെ ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളായിട്ട് കൂടുതലായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ എക്സാമിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. അതായത് ഇവിടെ 3 മൊഡ്യൂൾ എക്സാം നടത്തി. ആ 3 മൊഡ്യൂൾ എക്സാമും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് അതിൽ ഓരോ സെൻറ്റൻസ് വൈസ് എനിക്ക് അവിടെ എക്സാമിലൊക്കെ എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഫിനിക്സിൻ്റെ ഒരു കഴിവ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മെഡിക്കൽ ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും മറ്റ് സെൻറ്റേഴ്സുകളെ ഞാൻ ഒരിക്കലും തെറ്റായിട്ട് പറയല്ല. അപ്പോൾ ഫിനിക്സിൻ്റെ സെൻറ്റേഴ്സുകൾ തന്നെ ചൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ നമുക്ക് പഠനത്തിനായിട്ട് തരുന്ന ഓരോ അന്തരീക്ഷങ്ങളും അതൊക്കെ ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ ഏതൊരു സ്റ്റുഡൻറ്റിനെയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇവിടെ നമ്മൾ സാധാരണ ചില സെൻറ്റേഴ്സുകളിലൊക്കെ ഷോർട്ട് നോട്ടാണ് തരിക. അപ്പോൾ ആ ഷോർട്ട് നോട്ട് പഠിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. കാരണം നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന നോട്ട് പോലെ ഒന്നും ആവില്ല. അപ്പോൾ പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും. പക്ഷേ ഇവിടെ എല്ലാ ടീച്ചേഴ്സും ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും കാര്യങ്ങളും തരുന്ന നോട്ടുകൾ വളരെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നീറ്റിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമുക്കറിയാം, നീറ്റിൽ 3 സബ്ജക്റ്റാണ് വരുന്നത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നതും ബയോളജിക്കാണ്. അപ്പോൾ ബയോളജിയിലെ ടീച്ചേഴ്സായാലും അവർ കൂടുതൽ ഫോക്കസ് നമ്മളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടൊരു ചെറിയ ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റിനെ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് ആ ടീച്ചർ എങ്ങനെയാണെന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഇൽഷാദ് സാറായാലും സുരേഷ് സാറായാലും അവരൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഇൽഷാദ് സാറിനെ തന്നെ പറ്റി പറയുകയാണെങ്കിൽ സാറ് ബോർഡൊക്കെ മുഴുവൻ ചിത്രം വരച്ച് ആ ചിത്രത്തിലൂടെയാണ് ശരിക്കും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് സാറിനോട് ഇഷ്ടം തോന്നും. അതോടെ തന്നെ സാറ് ജനറ്റിക്സും ബയോടെക്നോളജി അങ്ങനെ വളരെ ബയോളജി തന്നെ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകളെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റുകളെയാണ് സാറ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. സാറിൻ്റെ പഠന രീതി തന്നെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതി തന്നെ അങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ സുരേഷ് സാറ് എല്ലാവർക്കും അറിയാം. സുരേഷ് സാറ് സുവോളജിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സുവോളജിയിലെ ഫിസിയോളജി ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആ ചാപ്റ്ററുകളുടെയൊക്കെ പ്രത്യേകത പൊതുവെ എല്ലാവർക്കും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ MBBS കയറി അനുപ്രിയൊക്കെ പറയണത് MBBS ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പമാക്കുന്നത് സാറിൻ്റെ നോട്ടുകൾ തന്നെയാണ്. കാരണം പുതിയൊരു പഠന രീതിയിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ, അതായത് മനസ്സിലാക്കി ക്യാച്ച് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള സാറുമാരുടെ നോട്ട് തന്നെയാണ്. അപ്പോൾ സുരേഷ് സാറിൻ്റെ നോട്ടൊക്കെ അത്രയും പെർഫെക്റ്റ് ആണ്. പിന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ടും പിന്നെ PSK ഉണ്ടായിരുന്നു, പിന്നെ ദീപു സാർ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് ഓരോ കാര്യങ്ങളും ആ സാറുമാർ ഫിസിക്സിൻ്റെ സംബന്ധിച്ചിടത്തോളം ഓരോ പബ്ലിക്കേഷൻസ് നമ്മൾ ഇറക്കുമ്പോൾ ആ പബ്ലിക്കേഷൻസൊക്കെ പിന്നെ ചെറിയ ഇക്വേഷൻ വൈസ് നോക്കും. ആ ഇക്വേഷൻസ് ഇങ്ങനെ പിന്നെ ഓരോ പോയിന്റ് ആയിട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് +1 +2 പിന്നെ ചെറിയൊരു ബേസിക്കായിട്ട് നമുക്ക് അറിയണ്ടെങ്കിൽ പോലും ഫിനിക്സിലാണെന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ്. കാരണം അവരെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് നമുക്ക് ആ ബുക്ക് മാത്രം ഒന്ന് എടുത്ത ദിവസം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ലോക്ക്ഡൗൺ സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ എക്സാം ഇങ്ങനെ മാറ്റി വരുമ്പോൾ പഠിക്കാനൊക്കെ ഒരു ചെറിയൊരു ഉഴപ്പിന് സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നല്ലോണം സപ്പോർട്ടീവായിരുന്നു. കാരണം അറിയാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുത്തം തന്നെയല്ലേ. അപ്പോൾ ആ സമയത്ത് പഠിക്കാനും തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പണിയാണ്.
അപ്പോൾ ആ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അച്ഛനും അമ്മയും. അപ്പോൾ ഫിനിക്സിലെ ആൾക്കാർ, ഫിനിക്സിലെ സ്മിത ടീച്ചറും മറ്റേ മുംതാസ് ടീച്ചറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എന്താണ് അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, എത്ര സമയം പഠിച്ചു, അല്ലെങ്കിൽ എത്ര സമയം എണീറ്റു, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് സുധീഷ്, ഹുദ, സബ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫിസിക്സൊക്കെ പറഞ്ഞാൽ പൊതുവെ കുറച്ചൊരു ബാക്കായിട്ടുള്ള, മീൻസ് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ സുധീഷൊക്കെ ആഫ്റ്റർനൂൺ സമയത്തൊക്കെ എന്താണ് ഒഴിവ് കിട്ടുമ്പോൾ ഓരോടൊക്കെ വേഗം ഭക്ഷണം കഴിച്ച് വരാൻ പറയും. എന്നിട്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഇരുന്നുകൊണ്ട് പ്രോബ്ലം ചെയ്യായിരുന്നു. ഞാൻ പിന്നെ ന്യൂസ് പ്രിൻറ്റിലോ മറ്റോ കൊടുക്കുമോ, പിന്നെ പിറ്റേഴ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതലായിട്ട് നമ്മളെ ഫ്രണ്ട്സ് കൂടുതൽ പറഞ്ഞു തരുമ്പോൾ അതിനല്ലേ ഏറ്റവും കൂടുതൽ മനസ്സിലാവാൻ കഴിയാതിനല്ലേ. പിന്നെ ഈ ലോക്ക്ഡൗണിൽ പിന്നെ സൈറ്റിലൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ലോക്ക്ഡൗൺ ആവുന്ന സമയത്ത് കൂടുതൽ കുട്ടികൾ പിന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ അത് ശരി തന്നെയാണ്. കാരണം ഞാനും അതെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൊറിസൻ്റെ ആയാലും NTA ഒക്കെ സൈറ്റിൽ ഒരുപാട് പിന്നെ മോക്ക് ടെസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താണ് നമ്മളെ സെൻറ്ററും തന്നെ ഒരുപാട് മൊഡ്യൂൾ എക്സാം പറഞ്ഞല്ലോ, മൊഡ്യൂൾ എക്സാം ആദ്യം ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം നീറ്റ് എക്സാം നടത്തിയപ്പോൾ കൂടുതലായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും നീറ്റ് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് ഫിനിക്സ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് അത്ര ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് പറയണത്. കാരണം ഇവിടെ വരുന്ന എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളെ യാതൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. കാരണം റീപീറ്റിംഗ് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ടാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോൾ റിപ്പീറ്റ് അതൊന്നും ഒന്നിൻ്റെയും മാനദണ്ഡമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഫിനിക്സിൽ ഇപ്പോൾ സാധാരണ +1 +2 പഠിച്ച് പിന്നെ മീൻസ് സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടാവുമല്ലോ എന്താ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ പല സെൻറ്ററുകളും ഇങ്ങനെ റിപ്പീറ്റല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ച് എന്താണ് അവരെ വല്ലാതെ മൈൻഡ് ആക്കില്ല. പക്ഷേ റിപ്പീറ്റ് ആവണമെന്ന് അറിയുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി പാലയിലൊക്കെ പഠിച്ചു വെച്ചാൽ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണ ഒട്ടും നല്ലതല്ല. പക്ഷേ ഫിനിക്സിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കാരണം റിപ്പീറ്റിംഗ് സ്റ്റുഡൻ്റ് ഒന്നും അല്ല, അങ്ങനെയൊന്നും ഒന്നിനും നമുക്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഴിവ്, ആത്മവിശ്വാസം അത് തന്നെയാണ് ഏറ്റവും നല്ല എന്താണ് റാങ്കിലോട്ട് നമ്മൾ എത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വഴി തിരഞ്ഞെടുക്കാൻ ഏറ്റവും ചൂസ് ചെയ്യേണ്ടത് ഫിനിക്സ് തന്നെയാണ്. ഏറ്റവും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഫിനിക്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ്.